കണ്ടെത്തിയതിൽ വെച്ച് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സംസ്കാരങ്ങളിൽ ഒന്നായ ഹാരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്ന ഒരു നാഗരികത കണ്ടെത്തി. ഏതാണ്ട് 5700 വർഷം പഴക്കമുള്ള ഇന്ന് ഗുജറാത്തിലെ കച്ച് ജില്ലയിൽ ഉൾപ്പെടുന്ന ഈ നാഗരികത കണ്ടെത്തിയത് കേരള സർവകലാശാല ഗവേഷക സംഘമാണ്. 2019 ഖട്ടിയ ഗ്രാമപഞ്ചായത്ത് മുൻ സർപഞ്ച് നാരായൺ ഭായ് ജജേണിയുടെ സഹായത്തോടെയാണ് ഈ സ്ഥലം കണ്ടെത്തിയത്. അന്ന് ഖനനം നടത്തിയ സ്ഥലത്തു നിന്നും 1.5 കിലോമീറ്റർ അകലെ ഖാത്തിയ ഗ്രാമത്തിലെ പടുത്താബേറ്റിയിലാണ് പുതിയ കണ്ടെത്തൽ. കേരള സർവകലാശാല ആർക്കിയോളജി അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ അഭയൻ GS, ഡോക്ടർ രാജേഷ് SV എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുതിയ കണ്ടെത്തൽ നടത്തിയത്. ജൂനാഘട്ടി എന്ന ഗ്രാമത്തിൽ നിന്നും 1.5 കിലോമീറ്റർ മാറിയുള്ള പടുത്താബോട്ട് എന്ന ഒരു ചെറിയ കുന്നിന്റെ ചെരുവിലാണ് പുതിയ 5700 വർഷം പഴക്കമുള്ള സംസ്കാരത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. വൃത്തം, ചതുരാകൃതിയിലുള്ള വ്യത്യസ്ത ഘടനകൾ ഇവിടെ നിന്നും കണ്ടെത്തി. ഇവ മണൽക്കല്ല് കൊണ്ട് നിർമ്മിച്ചവയാണ്. ഇവ ആദ്യകാല ഹാരപ്പൻ കാലഘട്ടം മുതൽ അവസാന ഹാരപ്പൻ കാലഘട്ടം വരെ, അതായത് ഏകദേശം 3200 മുതൽ BCE 1700 വരെ അധിനിവേശം നടത്തിയതിന്റെ സൂചനയാണ് ഗവേഷക സംഘം പറയുന്നത്. പ്രദേശത്ത് ആദ്യകാല ഹാരപ്പൻ, ക്ലാസിക്കൽ ഹാരപ്പൻ, അവസാനകാല ഹാരപ്പൻ സംസ്കാരം എന്നീ 3 ഹാരപ്പൻ കാലഘട്ടത്തിന്റെയും സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഗവേഷക സംഘം പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നു. ശ്മശാനത്തിന് സമീപത്തെ ആവാസ മേഖലകളുമായി ബന്ധപ്പെട്ട ഗവേഷണമാണ് നടക്കുന്നത്. ഖനനത്തിൽ നിന്ന് ലഭിച്ച മൺപാത്രങ്ങളിൽ പലതും മറ്റു ഹാരപ്പൻ ഖനന കേന്ദ്രങ്ങളിൽ നിന്നും ലഭിച്ചവയ്ക്ക് സമാനമാണ്. അതേസമയം സെറാമിക് പാത്രങ്ങളുടെ വലിയൊരേറെ വ്യത്യസ്തത പുലർത്തുന്നു. ഈ സെറാമിക് പ്രാദേശിക ഭേദമാണെന്ന് കരുതുന്നു. ഇത് ഹാരപ്പക്കാരുടെ ഇതുവരെ ചർച്ച ചെയ്യപ്പെടാത്ത മൺപാത്ര നിർമ്മാണ പാരമ്പര്യങ്ങളിൽ ഒന്നായിരിക്കണമെന്നാണ് ഗവേഷക സംഘത്തിന്റെ നിഗമനം. വലിയ സംഭരണ പാത്രങ്ങളും ചെറിയ പാത്രങ്ങളും ലഭിച്ചവയിൽ ഉൾപ്പെടുന്നു. ചെറുതും വലുതുമായ ഹാരപ്പൻ സംസ്കാരങ്ങൾ കൂടുതലും സമതലങ്ങളിലാണ് കണ്ടെത്തിയത്. എന്നാൽ പടുത്താബേറ്റിന്റെ സ്ഥാനം തന്ത്രപ്രധാനമാണ്. ചുറ്റുമുള്ള മലനിരകളെ രൂപം കൊണ്ട താഴ്വരയുടെ വിശാലമായ കാഴ്ച, കുന്നിനോട് ചേർന്ന് ഒഴുകി വരുന്ന ഒരു ചെറിയ അരുവി, സൈറ്റിലെ പ്രധാന കാലത്ത് സജീവമായ ജല ഉറവിടമായിരുന്നിരിക്കാം. രത്നങ്ങളടക്കമുള്ള വിലയേറിയ കല്ലുകൾ കൊണ്ടുള്ള മുത്തുകൾ, ചെമ്പ്, അരകൽ കല്ലുകൾ, ചുറ്റിക കല്ലുകൾ എന്നിവയും ലഭിച്ചു. കന്നുകാലി, ചെമ്മരിയാട് അല്ലെങ്കിൽ ആട്, ഭക്ഷ്യയോഗ്യമായ ഷെൽ ശകലങ്ങൾ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന മൃഗങ്ങളുടെ അസ്ഥികൂടങ്ങളുടെ അവശിഷ്ടങ്ങളും ഖനനത്തിൽ നിന്നും കണ്ടെത്തി. ഇതിൽ നിന്നും മൃഗങ്ങളെ വളർത്തുന്നതിനും കക്കയിറച്ചി പാചകം ചെയ്ത് ഭക്ഷിക്കുന്നതിന്റെയും തെളിവുകൾ ലഭിച്ചു.